മരിച്ചു കഴിഞ്ഞാൽ എന്താ ഇതുവരെ ഒരാൾക്ക് ഒരു പിടിയുമില്ല. വീടൊന്ന് ഊഹം വെച്ചടിച്ചു വിടുന്ന. ആകാശത്ത് അത്ര നക്ഷത്രം ഉണ്ടെന്ന് അറിയാം നിങ്ങൾക്ക്? 48,37,23,412 നക്ഷത്രമുണ്ട്. കൃത്യം എല്ലാം കണ്ണിക്കോ, ആർക്ക് എണ്ണാൻ പറ്റൂ? അതുകൊണ്ട് എന്തും പറയാലോ. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ എന്താന്ന് ഒരു പിടിയും ഇന്നോളം ആർക്കും പിടികിട്ടിയില്ല. അതുകൊണ്ട് അവിടെ സ്വർഗം, അവിടെ ജന്നത്തുൽ ഫിർദൗസ്, അവിടെ പിന്നെ പറുദീസയൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നത് ഇവിടെ ഇരുന്നവരാ. ഇവിടുന്ന് പറഞ്ഞ പോയവരൊന്നും പറഞ്ഞിട്ടില്ല, ഇവിടുന്ന് പറഞ്ഞ. അതുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ജന്മം ഇതുവരെ നമ്മൾ ഒരുപാട് അനുഭവിച്ചു, കഷ്ടപ്പെട്ടു. നമ്മുടെ ഒരു ഭാഗ്യം നിങ്ങൾ നോക്കുക. നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തെ ശപിക്കണ്ട. നമ്മൾ ഭാഗ്യവാന്മാരാ. നമുക്ക് പഴയ പട്ടിണിയും ദാരിദ്ര്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഗ്രാമീണതയുടെ ആ തോട്ടില് തോർത്തിട്ട് മീൻ പിടിച്ച് പരൽമീന് പിടിച്ച ആ അനുഭവം നമുക്കില്ലേ? പ്രഭാതത്തിൽ ഉദിച്ചു വരുന്ന സൂര്യകിരണങ്ങളേറ്റിട്ട് മുറ്റത്തെ വയലിലെ വരമ്പിലെ പുൽക്കൊടിത്തുമ്പിന്റെ മൂർധാവിലെ മഞ്ഞുതുള്ളികൾ ചുവന്നു വരുന്നത് കണ്ടിട്ട് ഉഷാകിരണങ്ങൾ പുൽകി പുൽകി തുഷാരബിന്ദുവിൻ വദനം ചുവന്നോ പകലിൻ മാറിൽ ദിനകരകരങ്ങൾ പവിഴമാലികകൾ അണിഞ്ഞു എന്ന് പാട്ടുപാടാൻ, ആ പാട്ട് കേട്ടിട്ട് പുഴ നീന്തി പൂങ്ങുന്നു ചുറ്റുന്ന കാറ്റിന്റെ അകതാരിൽ കസ്തൂരി ഗന്ധം അനുഭവിച്ചുകൊണ്ട് പുഴയിൽ നീന്തി കുളിക്കാൻ, കുളത്തിൽ കുളിക്കാൻ, പച്ചവെള്ളം പാളയിൽ വെള്ളം വലിച്ചിട്ട് നെല്ലിക്ക ചവച്ചിട്ട് കയ്യിൽ ഒഴിച്ചു തരുമ്പം കുടിക്കുമ്പോ ആ നെല്ലിക്കയുടെ മധുരം ആസ്വദിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലേ? അതും ആസ്വദിക്കാൻ പറ്റി. ആധുനിക ടെക്നോളജിയുടെ സുഖങ്ങളും ആസ്വദിക്കാൻ പറ്റി. ബിരിയാണി തിന്നാൻ പറ്റി, നല്ല ഫോൺ ഉപയോഗിക്കാൻ പറ്റി, നമുക്ക് നല്ല നല്ല സുഖ AC റൂമിൽ കിടക്കാൻ പറ്റി, നല്ല നല്ല വാഹനങ്ങൾ കാണാൻ പറ്റി. നമ്മൾ രണ്ടും അനുഭവിച്ചവരാ. പഴമയുടെ സൗന്ദര്യവും പുതുമയുടെ സൗകര്യവും രണ്ടും അനുഭവിച്ച ഭാഗ്യവാന്മാരാ നമ്മള്. നമ്മുടെ അച്ഛനമ്മമാർക്ക് പുതിയതിന്റെ സൗന്ദര്യവും പുതിയതിന്റെ സൗകര്യവും ഒന്നും കിട്ടിയിട്ടില്ല. അവര് നടന്നിട്ടാ പോയേ. അവർക്ക് മര്യാദയ്ക്ക് ചെരുപ്പുണ്ടായിരുന്നില്ല. അവർക്ക് ഒരുപാട് കഷ്ടപ്പാട് ബുദ്ധിമുട്ടുമായിട്ട് അവര് മരിച്ചുപോയത്. മരിക്കാത്തവരുണ്ടെങ്കിൽ അവര് ഭാഗ്യവാന്മാര്. എന്നാൽ നമ്മുടെ പ്രപിതാമഹന്മാർക്ക് ആധുനികതയുടെ സൗകര്യം അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ പുതിയ തലമുറയിലെ ഫ്രീക്കന്മാരില്ലേ? ഫ്രീക്കന്മാർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ഫ്രീക്കന്മാർ എന്ന് പറഞ്ഞാൽ അറിയില്ല അല്ലെ? അരക്കൊടുക്കുന്ന പാന്റ് ചന്തിന്റെ അടിയിലാക്കി കൊടുക്കുന്ന പിള്ളേരെ കണ്ടിട്ടില്ലേ? അത് തന്നെ ഫ്രീക്കന്മാർ. മുടിയെല്ലാം ഇങ്ങനെയാക്കിയിട്ട് വെള്ളനരി ചെത്തിയ പോലത്തെ മുടിയാക്കിയിട്ട് നടക്കുന്ന ഈ ഫ്രീക്കന്മാർക്ക് പഴമയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടോ? നമ്മുടെ ബാല്യകാലത്തിലെ ബന്ധങ്ങളുണ്ടോ?